അത്ഭുതകരമായ വിജയങ്ങൾ, കോരിത്തരിപ്പിക്കുന്ന നിമിഷങ്ങൾ ലോകകപ്പിൽ സമ്മാനിച്ച സ്ട്രൈക്കറാണ് നോർവേയുടെ ഹാലൻഡ്. ഹാലൻഡിൻ്റെ ഡ്രിബിളിംഗ് മികവല്ല പ്രകടമാകുന്നത് ലോകകപ്പിൽ, മറിച്ച് ഫിനിഷിംഗ് മികവാണ്. ഹാലൻഡ് ഒരു പ്രതിഭ തന്നെയാണ്, സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഹാലൻഡിൻ്റെ നോർവേ കീഴടക്കിയത് ബ്രസീലിനെയാണ്. സാക്ഷാൽ നെയ്മറുടെ ബ്രസീലിനെ. കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് ബ്രസീലിന്. നോർവേ ഫിഫ റാങ്കിങ്ങിൽ 58-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അവർ പൊരുതി നേടിയതാണ് അവരുടെ വിജയം. 2-1 അവർ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത്. ബ്രസീലിനെയും കൂടി പരാജയപ്പെടുത്തിയതോടുകൂടി നോർവേ ലോക ഹൃദയത്തിൻ്റെ നെറുകയിൽ ഇടം പിടിച്ചിരിക്കുന്നു. നോർവേയെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും സന്തുഷ്ടകരമായ രാജ്യമാണ് നോർവേ. ഒരുപാട് മലയാളികൾ നോർവേയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം എന്നെ വിളിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിനെ പറ്റി പൊളിറ്റിക്സ് കേരളയിൽ ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. നോർവേയുടെ വിജയത്തെപ്പറ്റി ഒരു വീഡിയോ വന്നില്ലല്ലോ എന്ന് അവർ കുറച്ച് പരിഭവത്തോടു കൂടി പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിനെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് പൊളിറ്റിക്സ് കേരള തുടങ്ങുമ്പോൾ തന്നെ ആരംഭിച്ച ലോകകപ്പ് ഫുട്ബോളിനെ പറ്റി ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി അതിൽ ഉണ്ടാകും, എപ്പോഴും എല്ലായ്പ്പോഴും. പൊളിറ്റിക്സ് കേരള എപ്പോഴും ഡച്ച് ആരാധനയിൽ മുഴുകുന്ന ഒരു ചാനലാണ്. ഡച്ച് എന്ന് വെച്ചാൽ ഇന്നത്തെ നെതർലാൻഡ്സ്. യോഹാൻ ക്രൈഫിൻ്റെയും റൂഡ് ഗുളിറ്റിൻ്റെയും മാർക്കോ വാൻ ബാസ്റ്റൻ്റെയും ഫ്രാങ്ക് റൈക്കാർഡിൻ്റെയും ഡെനിസ് ബെർഗ്കാമ്പിൻ്റെയും സ്ലൈഡറുടെയും ആര്യൻ റോബൻ്റെയും റോബിൻ വായ്സ്പൈസിയുടെയും ഒക്കെ നെതർലാൻഡിനെ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള. എന്തുകൊണ്ട് നെതർലാൻഡിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ സംഭവം വളരെ ലളിതമാണ്. ലോകകപ്പ് നേടാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ടീമായിട്ടും ഏതോ ഒരു ശാപം കാരണം അവർ നിരന്തരം പ്രധാന മത്സരത്തിൽ തോൽക്കുന്നു. നെതർലാൻഡിൻ്റെ ക്വാളിഫയിങ് മത്സരങ്ങൾ എടുത്താൽ മതി. അവർ തോൽപ്പിച്ചത് സ്വീഡനെയാണ് 5-1, ബോസ്നിയയെ 3-1, ജപ്പാനുമായി സമനില. ഏറ്റുമുട്ടിയത് പ്രീ ക്വാർട്ടറിൽ മൊറോക്കയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ തോറ്റു. അവരുടെ ടോട്ടൽ ഫുട്ബോൾ എന്ന ഒരു രീതി ലോകത്ത് പരിചയപ്പെടുത്തിയത് നെതർലാൻഡാണ്. അതുകൊണ്ട് തന്നെ യോഹാൻ ക്രൈഫ് വരെ ഇങ്ങോട്ടുള്ള പിന്തുണ വരെ, ഇങ്ങോട്ടുള്ള തലമുറ വരെ ഞങ്ങൾക്ക് അറിയാം അവരെപ്പറ്റി. പക്ഷേ നെതർലൻഡ്സിനെ വെല്ലുന്ന പ്രകടനമുള്ള ടീമുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ബ്രസീൽ, അർജൻറ്റീന, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ പൊളിറ്റിക്സ് കേരളയുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ടീമാണ് ഹാലൻഡിൻ്റെ നോർവേ. ഹാലൻഡ് ഒറ്റയാൻ പോരാട്ടം നടത്തി നോർവേയെ വിജയിപ്പിക്കുന്നു. അതിനെതിരെ ബ്രസീലിനാണല്ലോ നോർവേ തോൽപ്പിച്ചത് 2-1. ബ്രസീൽ ഫാൻസുകാർ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ട കുറേ വിവാദ കുറിപ്പുകൾ സ്വാഭാവികമായും ചർച്ചാ വിഷയമാകേണ്ടതുണ്ട്. ഹാലൻഡ് അടക്കമുള്ള താരങ്ങൾ ഉത്തേജക മരുന്ന് പ്രയോഗിച്ചിരുന്നു
ഉത്തേജ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന കണ്ടെത്തൽ വന്നു. നോർവേയും ബ്രസീലും തമ്മിലുള്ള മത്സരം ക്യാൻസൽ ചെയ്യും, ബ്രസീൽ മുന്നോട്ട് കുതിക്കും എന്നൊക്കെയായിരുന്നു ഈ ഫേസ്ബുക്കിൽ വരുന്ന പരാമർശങ്ങൾ. ഇത് കേട്ടപാടെ ഞാൻ നോർവേയുടെ ടീം ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടു. അവർ പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായ ആരോപണങ്ങൾ എന്ന് മാത്രമാണ്. ബ്രസീലിനെ തോൽപ്പിച്ചത് ഹാലൻഡ് എന്ന സ്ട്രൈക്കറുടെ വൈഭവം കൊണ്ട് തന്നെയാണ്. കാലിൽ പന്ത് കിട്ടിയാൽ ഏത് പൊസിഷനിൽ നിന്നും ഓൺ ടച്ച് ഗോളാക്കാൻ മാറ്റാനുള്ള വൈഭവം ഹാലൻഡിന് ഉണ്ട്. ഹാലൻഡ് അസാധ്യനായ പ്രതിഭയാണ്. ഒരുപക്ഷെ ഡിഗോ മറഡോണയ്ക്കും അപ്പുറമാണ് ഹാലൻഡ്. നോർവേയെ പേടിക്കണം എന്നുള്ളതാണ് അവർ നൽകുന്ന സന്ദേശം. ഒരു പ്രതീക്ഷയുമില്ലാതെ ലോകകപ്പിലെത്തിയ ടീമാണ് നോർവേ. അവരുടെ ഏക പ്രതീക്ഷ ഹാലൻഡ് എന്ന സൂപ്പർ താരം ആയിരുന്നു. അദ്ദേഹം ലിവർപൂളിൻ്റെ സ്ട്രൈക്കറായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. സ്ട്രൈക്കറാണ് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ മറ്റാരും ചെയ്യാത്ത കൃത്യം ഹാലൻഡ് ചെയ്തിരിക്കുന്നു. ബ്രസീലിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നെതർലൻഡ്സ്, ജർമ്മനി, ബ്രസീൽ മികച്ച നിരകൾ പുറത്താവുകയാണ്. ഇനി അങ്ങോട്ട് ടൈറ്റ് മാർച്ചാണ്, ടൈറ്റ് മത്സരമാണ്. ഫുട്ബോൾ എന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു കളരിയാണ്. ഫുട്ബോൾ എന്നത് അപ്പോൾ ഫോമാകുന്ന ഒരു ടീമിൻ്റെ രസതന്ത്രമാണ്. അപ്പോൾ ഫോമാകുന്ന ഒരു ടീമിൻ്റെ രസതന്ത്രം മാത്രമാണ്, അവരുടെ ഭാഗ്യ നിർഭാഗ്യം മാത്രമാണ് ഫുട്ബോൾ. നോർവേ ബ്രസീലിനോട് കളിച്ചപ്പോൾ ബ്രസീൽ നന്നായി തന്നെ നോർവൻ പ്രതിരോധത്തെ ആശങ്കയിലാഴ്ത്തി. പക്ഷേ നോർവേ ചേർത്ത് നിന്നു. ഹാലൻഡ് എന്ന ഒറ്റയാൻ പോരാളി ബ്രസീലിനെ പരാജയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഹാലൻഡിൻ്റെ ചിറകിലേറി നോർവേ മുന്നോട്ട് കുതിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒറ്റയാന്മാരാണ് ലോക ഫുട്ബോളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിന് ഹാലൻഡിനെതിരെയും നോർവേക്കെതിരെയും ബ്രസീൽ ആരാധകർ ഉന്നയിച്ച ആരോപണമാണ് ഉത്തേജക മരുന്ന് വിവാദം. ഉത്തേജക മരുന്ന് അവർ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മത്സരം അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ ഫിഫയ്ക്ക് അധികാരമുണ്ട്. വീണ്ടും ഒരു മത്സരം നടത്താൻ അധികാരമുണ്ട്. വീണ്ടും ഒരു മത്സരം നടത്തിയില്ലെങ്കിൽ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട് ഫിഫയ്ക്ക്. അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ബ്രസീൽ ആരാധകർ ഫേസ്ബുക്കിൽ പറയുന്നത് ഹാലൻഡും മറ്റ് നോർവേ താരങ്ങളും ഒക്കെ ഉത്തേജക മരുന്ന് അടിച്ചിരുന്നു എന്നാണ്. മുമ്പ് മറഡോണയ്ക്കെതിരെയും സാക്ഷാൽ മറഡോണയ്ക്കെതിരെയും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു. മറഡോണ ഉത്തേജക മരുന്ന് അടിച്ചാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അയാളെ ഫൗൾ ചെയ്യുമ്പോൾ അയാൾക്ക് വേദന അനുഭവപ്പെടാത്തത്. പിന്നീട് മറഡോണ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിരുന്നതായി തെളിയുകയും മറഡോണ ഒരു വിവാദ ഹീറോ ആയി മാറുകയും ചെയ്തു. മറഡോണയെ ക്രൂസിൽ തറച്ചവർ ഇപ്പോൾ നോർവേയുടെ ഹാലൻഡിനെ, സൂപ്പർ സ്ട്രൈക്കറായ ഹാലൻഡിനെ കുരിശിൽ തറയ്ക്കാൻ ഒരുങ്ങുമ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല പൊളിറ്റിക്സ് കേരളയ്ക്ക്. നോർവേ തോൽപ്പിച്ചത് ബ്രസീലിൻ്റെ സ്വപ്നങ്ങളെയാണ്, ബ്രസീൽ ആരാധകരുടെ സ്വപ്നങ്ങളെയാണ്. അതിൽ നോർവേയോട് അമർഷമുള്ള ബ്രസീൽ ആരാധകർ ഉണ്ടായിരിക്കുക. IM വിജയൻ അടക്കമുള്ളവരൊക്കെ, നമ്മുടെ ഫുട്ബോളർ IM വിജയൻ അടക്കമുള്ളവരൊക്കെ ബ്രസീൽ ആരാധകരാണ്. പക്ഷേ ഏത് രാജ്യവും ആരോടും പരാജയപ്പെടാം, ഏത് ഫുട്ബോൾ ടീമും ആരോടും പരാജയപ്പെടാം. സ്വീഡനെ 5-1
തകർത്ത നെതർലാൻഡ്സ് മൊറോക്കയോട് കുറച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ട് പുറത്തു പോകുന്ന കാഴ്ച കണ്ടു. ഗാസ്പയുടെ മനോഹരമായ ഗോളിൽ ലീഡ് നേടിയ നെതർലൻഡ്സ് അവസാന നിമിഷം ആ ലീഡ് കളഞ്ഞ് കുളിച്ച് മൊറോക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്ന കാഴ്ചയും കണ്ടു. ഇതൊക്കെയാണ് ഫുട്ബോളിൻ്റെ അനിശ്ചിതത്വം. ഫുട്ബോൾ എന്നത് ജീവൻ മരണ പോരാട്ടമുള്ള കായിക വിനോദമാണ്. വളരെ കുറച്ച് സമയം മാത്രം നിൽക്കുന്ന കായിക വിനോദം. 5 വർഷത്തിൽ ഒരിക്കലാണ് ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറുന്നത്. പിന്നീട് യൂറോപ്യൻ കപ്പും കോപ്പ അമേരിക്കൻ കപ്പും ഒക്കെ വരും. പക്ഷേ ഹാലൻഡ് അടക്കമുള്ള പ്രതിഭകൾ അതിൽ കാണില്ല. കിലിയൻ എംബാപ്പയെയും മെസ്സിയെയും ഒക്കെ ആരാധിക്കുന്ന ഇവിടുത്തെ തലമുറ ഹാലൻഡിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ വൈരുദ്ധ്യാത്മകമായ ഭൗതിക വാദം. യഥാർത്ഥത്തിൽ ഈ ലോകകപ്പിൽ ഹീറോയാകാൻ പോകുന്നത് കിലിയൻ എംബാപ്പയോ മെസ്സിയോ ഒന്നുമല്ല, നോർവേയുടെ ഹാലൻഡാണ്. ഏത് പൊസിഷനിൽ നിന്നും ഗോളടിക്കാൻ വിദഗ്ധനായ ഹാലൻഡ്. അദ്ദേഹത്തിനെതിരെ ഉത്തേജക മരുന്ന് വിവാദം കൊണ്ടുവരുമ്പോൾ ബ്രസീൽ ആരാധകർ ഫേസ്ബുക്കിലൂടെ അത് ആഘോഷിക്കുമ്പോൾ അതൊന്നും നടന്നിട്ടില്ല എന്നത് വ്യക്തമാണ്. അങ്ങനെ നടത്തിയാൽ ഹാലൻഡിനും നോർവേക്കുമെതിരെ ബാൻ വരും. ബ്രസീൽ ആ യുദ്ധം ജയിച്ചതായി പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ വീണ്ടും ഒരു മാച്ച് നടത്തേണ്ടി വരും ഫിഫയ്ക്ക്. അതിനൊന്നും ഫിഫ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നോർവേക്ക് എതിരെയും ഹാലൻഡിനെതിരെയും നടത്തുന്ന ദുഷ്പ്രചരണം തെറ്റാണ്. ആ തെറ്റ് തുറന്നു പറയാൻ പോർച്ചുഗീസ് കേരളയ്ക്ക് മാത്രമേ കഴിയൂ. മറ്റാരും അത് പറയില്ല. അവർ ഉത്തേജക മരുന്ന് കഴിച്ചാണ് കളിക്കളത്തിൽ ഇറങ്ങിയത് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു അബദ്ധമാണ്. ബ്രസീൽ തോറ്റിരിക്കുന്നു. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക. എൻ്റെ ഫേവററ്റ് ടീമായ നെതർലൻഡ്സ് അഥവാ ഹോളണ്ട് അഥവാ ഡച്ച് അഥവാ ഓറഞ്ച് പട മൊറാക്കയോട് തോറ്റപ്പോൾ എനിക്കുണ്ടായ വിഷമം വളരെ വലുതാണ്. ആ വിഷമത്തിൻ പേരിൽ മൊറാക്കിയ താരങ്ങൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉത്തേജക മരുന്ന് അടിച്ചിരുന്നു എന്നതും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അർജൻറ്റീന, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ ടീമുകൾ, മൊറോക്കോ അടക്കമുള്ള ടീമുകൾ ഇപ്പോഴും അവശേഷിക്കുന്ന യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ്. ആര് കിരീടം നേടിയാലും പോർച്ചുഗീസ് കേരള അവരെ അഭിനന്ദിക്കും. ഡച്ച് ടീം, ഹോളണ്ട് ടീം കിരീടം നേടുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു ചാനലാണ് പോർച്ചുഗീസ് കേരള. ഹോളണ്ട് ടീമിൻ്റെ അല്ലെങ്കിൽ ഡച്ച് ടീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പ്രേക്ഷകർക്ക് ഒന്ന് നോക്കാവുന്നതാണ്. എന്തായാലും ഈ ലോകകപ്പ് വിവാദങ്ങളാൽ നിറയുകയാണ്. ഹാലൻഡ് എന്ന പ്രതിഭ, ആ പ്രതിഭയെ എനിക്ക് താരതമ്യപ്പെടുത്താൻ അറിയില്ല. അത്രയും ശക്തനായ സ്ട്രൈക്കറാണ് അയാൾ. സ്വന്തം ചുമലിലേന്തി നോർവേയെ വിജയിപ്പിച്ചിരിക്കുന്നു. നോർവേ മുന്നോട്ട് കുതിക്കുന്നു. അതിനിടെ ബ്രസീൽ ആരാധകർ ഉയർത്തിയ ഉത്തേജക മരുന്ന് വിവാദം, കേരളത്തിലെ ബ്രസീൽ ആരാധകർ ഉയർത്തിയ ഉത്തേജക മരുന്ന് വിവാദം അതങ്ങ് ഭരണത്ത് വെച്ചാൽ മതി എന്നാണ് പോർച്ചുഗീസ് കേരളയ്ക്ക് പറയാനുള്ളത്. നോർവേ ഇപ്പോൾ നല്ല ടീമാണ്. അവരുടെ കളി ഞാൻ കണ്ടു. ഹാലൻഡ് എന്ന പ്രതിഭയെ ആ കളിയിലൂടെ എനിക്ക് മനസ്സിലാക്കി. അയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയോ മെസ്സിയെ പോലെയോ ഗാസ്പയെ പോലെയോ ഒന്നുമുള്ള ഒരു പ്രതിഭയല്ല. പക്ഷേ അയാൾക്ക് കിട്ടുന്ന ബോൾ വലയിലെത്തിക്കാൻ സാധിക്കുന്നു. അസാധ്യ ഫിനിഷറാണ് ഹാലൻഡ്.
ഹാലൻഡിനെ പോലെയുള്ള ഒരു ഫിനിഷറെ ലോകം കണ്ടെത്തിയിട്ടില്ല, ലോകം കണ്ടിട്ടില്ല ഇതുവരെ. ഗുള്ളറ്റും വാൻ ബാസ്റ്റനും ക്ലിൻസ്മാനും ക്ലോസും മിഖായൽ ക്ലോസും റൊണാൾഡീഞ്ഞയും റോബർട്ടോ കാർലോസും പിന്നെ കഫുവും പിന്നെ റൊമാനിയോയും ഒക്കെ ഫേമസ് ആകുന്ന ഗാബ്രിയോൾ ഇൻസ്റ്റിറ്റ്യൂട്ട അടക്കമുള്ള ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞു നിൽക്കുന്ന കൊളംബിയയിലെ വൾട്രാമ അടക്കമുള്ള ഫുട്ബോൾ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് ഹാലൻഡ് തൻ്റെ ചെറിയ രാജ്യത്തെ പ്രതിനിധീകരിച്ചു വന്നു. അതിൽ അയാൾ പരമാവധി വിജയം കണ്ടിരിക്കുന്നു. ഹാലൻഡിൻ്റെ ചുമലിലേറി നോർവേ മുന്നോട്ട് കുതിക്കുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള തകർക്കപ്പെട്ട ജനങ്ങളുടെ ഒരാവേശമാണ്. ഇപ്പോൾ നോർവേ ടീമിൻ്റെ ആരാധന, നോർവേ ടീമിൻ്റെ ശക്തി, നോർവേ ടീമിൻ്റെ ദൗർബല്യം ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോർവേയുടെ ഫുട്ബോൾ ടീം കാരണമാണ്. ഹാലൻഡ് എന്ന പ്രതിഭ നോർവേയെ മുന്നോട്ട് നയിക്കുന്നു. അതിനിടയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കെതിരെ ഉത്തേജക മരുന്ന് വിവാദം വന്നിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കപടമാകാനാണ് സാധ്യത. കപടമല്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മത്സരം കഴിഞ്ഞുപോയി. മത്സരം ക്യാൻസൽ ചെയ്യുന്നതിന് ഫിഫയ്ക്ക് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ബ്രസീൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. നോർവേ ബ്രസീൽ കളി ഞാൻ കണ്ടിരുന്നു. ഇരുകൂട്ടരും ആക്രമിച്ച് കളിച്ച കളി, അതിൽ നോർവേക്കായിരുന്നു ആധിപത്യം. ഹാലൻഡിൻ്റെ ഓരോ നീക്കങ്ങളും തടയാൻ ബ്രസീൽ പ്രതിരോധം പാടുപെടുന്ന കാഴ്ച ഇവിടെ ഈ തിരുവനന്തപുരത്തിരുന്ന് ഞാൻ കണ്ടു. ഫുട്ബോൾ ഒരു ലഹരിയാണ്. മദ്യം പോലെ തന്നെ, മയക്കുമരുന്ന് പോലെ തന്നെ ഒരു ലഹരിയാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിൻ്റെ ലഹരി ഉച്ചസ്ഥായിയിൽ എത്തുന്നത് അട്ടിമറികളുടെ നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോഴാണ്. മൊറോക്കോ ലോകത്തെ ഏറ്റവും അമ്പരപ്പിക്കുന്ന, ഏറ്റവും ആരാധകരുള്ള ടീമായ ഡച്ച് ടീമിനെ, നെതർലാൻഡ്സ് ടീമിനെ, ഹോളണ്ട് ടീമിനെ അട്ടിമറിച്ചു. ഇപ്പോൾ നോർവേ ബ്രസീലിനെ അട്ടിമറിക്കുമ്പോൾ നോർവേക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കലാപം ഉയരുന്നു. അയാൾ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അയാൾ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെങ്കിൽ തന്നെ ആ മത്സരത്തിൽ ബ്രസീൽ ഒരുപാട് അവസരങ്ങൾ പാഴാക്കി, നോർവേ അവസരങ്ങൾ ഗോളാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഉത്തേജക മരുന്നിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നില്ല. പൊളിറ്റിക്സ് കേരള.